5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ആകെ 21 കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെന്ന് കണ്ടുപിടിച്ച 21ഓളം കേന്ദ്രങ്ങൾ ലഷ്കർ തൊയ്ബയുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ ഫ്രണ്ട്സ് ഓഫ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനകൾ, സന്നദ്ധ സംഘടനകളുടെ പേരിൽ ഭീകര സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 21 കേന്ദ്രങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 9 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്നലെ തകർക്കാൻ പറ്റിയത്. അതിൽ 5 എണ്ണം പാക് അധീനമായിട്ടുള്ള കാശ്മീർ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങൾ, 4 എണ്ണം പാകിസ്ഥാനിലും, പാകിസ്ഥാനകത്തേക്ക് കയറി തന്നെ 100 കിലോമീറ്റർ അകത്തേക്കൊക്കെ കയറി 9 കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട് 12 എണ്ണം. അതുകൂടി ഇല്ലാതാക്കണം. നാം യുദ്ധമൊന്നും ചെയ്യണം എന്ന് പറയുന്നതല്ല. ഇവിടെ യുദ്ധം വേണോ വേണ്ടേ, യുദ്ധം കൊള്ളാവോ, യുദ്ധം മോശമാണോ, ഇത്തരം ചർച്ചകളാണ് നടക്കുന്നത്. യുദ്ധത്തിനൊക്കെ അപ്പുറം, യുദ്ധത്തിനും ചിന്തകൾക്കുമെല്ലാം അപ്പുറം വളരെ ഗൗരവമായി ഭീകരവാദത്തെ നമുക്ക് തുടച്ചു മാറ്റിയേ കഴിയൂ. 12ഓളം ഭീകരവാദ കേന്ദ്രങ്ങൾ കൂടി പാകിസ്ഥാനിലുണ്ട് എന്നാണ് അറിയുന്നത്. അത് തകർക്കുക എന്നതായിരിക്കണം ഇന്ത്യൻ സേനയുടെ അടുത്ത സിന്ദൂർ 2 നടക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് വളരെ മനോഹരമായ ഒരു ഓപ്പറേഷനായിരുന്നു. സമാധാനപരമായി വളരെ കൂളായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഇന്ത്യൻ ഭരണ സംവിധാനവും അജിത് ഡോക്കറും എല്ലാവരും വളരെ കൂളായിരുന്ന് രാത്രി 9-10 മണിയാകുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഇന്ത്യ തയ്യാറായി എന്നുള്ളൊരു ചെറിയ ട്വീറ്റ് വരുന്നു. 1 മണിയാകുമ്പോൾ, 1:05 9 ഇടങ്ങളിൽ തുരുതുര നമ്മുടെ ആക്രമണം നടത്തി. പ്രത്യാക്രമണത്തിൽ 9 സ്ഥലങ്ങളെ നമ്മൾ നശിപ്പിച്ചു. ധാരാളം ഭീകരവാദികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇല്ലാതായി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൻസൂറിൻ്റെ കുടുംബത്തിലുള്ള 14 പേർ മരിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞു പറഞ്ഞല്ലോ, ഇതെന്തിനാണ് എന്നോട് ചെയ്തത്, മോഡി ഭീരുവാണ്, എന്തിനാണ് എന്നോട് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് കരഞ്ഞല്ലോ. ആ കരഞ്ഞ മൻസൂർ അറിയേണ്ടത് ഭാരതത്തിൽ 26 കുടുംബങ്ങളിലെ അമ്മമാരാണ്, സഹോദരിമാരാണ്, കുടുംബാംഗങ്ങളാണ്, കുട്ടികളാണ് കരഞ്ഞത്. ഹിന്ദുവായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ തോക്കിനിരയാകേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഖലീമ ചൊല്ലാൻ കഴിയാത്ത, ഖലീമ പഠിച്ചിട്ടില്ലാത്ത, മുസ്ലിമാണോ എന്ന് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് വസ്ത്രമഴിച്ച് നോക്കി കൊല്ലുന്ന നിങ്ങളുടെ ഭീകരതയുണ്ടല്ലോ, നിങ്ങൾക്കും വേദനിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എന്നിട്ടും നിങ്ങൾ തിരിച്ചടിക്കും. ഇത് എന്നെ എങ്ങും കരഞ്ഞുവെങ്കിലും രണ്ടാമത് പറഞ്ഞു, എന്നെ ഇതെങ്ങും സ്വാധീനിച്ചിട്ടില്ല, ഞാൻ തിരിച്ചടിക്കും എന്നുള്ള പറയുന്ന ആ ഒരു തരം അധമ വികാരമുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഭീകരത. ആ ഭീകരതയെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ഭാരതം തയ്യാറായി കഴിഞ്ഞു. 2ാമത്തെ വേട്ട സിന്ദൂർ 2 ഉടനെ ആരംഭിക്കണം. ഉടൻ തന്നെ തുടങ്ങി 12 സ്ഥലങ്ങൾ കൂടി ഇല്ലാതാക്കണം. മാത്രമല്ല 21-ന് പുറമെ ഇനിയും സ്ഥലങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നിതാന്ത ജാഗ്രത, ഒരു കണ്ണ് പാകിസ്ഥാനിലേക്ക് വെച്ചോണം. അവിടെ ഏത് ഭീകര കേന്ദ്രം തുടങ്ങിയാലും, അവിടെ എത്ര പരിശീലനം എവിടെയെല്ലാം നടത്തിയാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ണിൽ എണ്ണയൊഴിച്ച് പരുന്തിനെ പോലെ പാകിസ്ഥാനെ നിരീക്ഷിക്കുകയാണ്. ഏത് താവളമുണ്ടെങ്കിലും, ഭീകരവാദമാണെങ്കിൽ, ഭീകര താവളമാണെങ്കിൽ, ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ, മുളയിലെ തന്നെ നുള്ളേണ്ടതാണ്. ഇപ്പോൾ നമ്മളെ അടിച്ചു, നമ്മൾ തിരിച്ചടിച്ചു, ഇനി സമാധാനത്തിന് വെള്ളക്കൊടി എന്നുള്ളതല്ല വേണ്ടത്. 12 ഇടങ്ങൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 12 ഇടങ്ങളെങ്കിലും നമ്മൾ തകർക്കണം. ഭീകരവാദത്തിൻ്റെ അവസാനത്തെ വേര് മറുക്കാൻ ഒരുപക്ഷെ ഭാരതത്തിന് കഴിഞ്ഞെന്നിരിക്കും. കഴിഞ്ഞ 30 വർഷമായി പാകിസ്ഥാൻ നമ്മോട് എന്തെല്ലാം തരത്തിൽ, പാർലമെൻറ്റ് ആക്രമണം, ബോംബെ ആക്രമണം, എത്രയെത്ര ആക്രമണങ്ങളാണ്, പുൽവാമ, ഉറി, എത്ര സ്ഥലങ്ങളാണ് നമ്മളെ ആക്രമിച്ചത്. അപ്പോഴൊക്കെ ചെറിയ ചെറിയ തിരിച്ചടികൾ കൊടുത്ത്, ചെറുതെന്ന് പറയാൻ കഴിയില്ല, ആ നിലയിൽ അപ്പോൾ വലുതാണ് എങ്കിൽ പോലും ഒരു യുദ്ധമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ വീണ്ടും നിരപരാധികളെ, കുടുംബങ്ങളെ, പുരുഷന്മാരെ ഇല്ലായ്മ ചെയ്യുന്നു. ഇതൊരു വല്ലാത്ത തന്ത്രമാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഭാരതത്തെ ആക്രമിച്ചിരുന്ന വൈദേശിക ശക്തികളും ചെയ്തിരുന്ന ഇത് തന്നെയാണ്. പുരുഷന്മാരെ കൊല്ലുക, സ്ത്രീകൾക്ക് വേദന കൊടുക്കുക, കുട്ടികൾക്ക് വേദന കൊടുക്കുക, കുടുംബത്തിന് വേദന കൊടുക്കുക. എന്നെ കൂടി കൊല്ലൂ എന്ന് ഭാര്യ പറയുമ്പോൾ നീ മോഡിയോട് ചെന്ന് പറഞ്ഞേക്കൂ, നിന്നെ കൊല്ലുന്നില്ല, ഞങ്ങൾക്ക് പുരുഷന്മാർ മതി എന്ന് പറയുന്ന ഒരു വൈകാരിക മനസ്സുണ്ടല്ലോ, ഒരുതരം അധമ വികാരം. അതിന് പരിഹാരം കണ്ടേ കഴിയൂ. 12 ഇടങ്ങൾ കൂടിയുണ്ട് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ 12 ഇടങ്ങളിലും അടിയന്തരമായി അടിച്ച് തകർക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. മോഡിക്കത് കഴിയും, ഇന്ത്യൻ സൈന്യത്തിന് കഴിയും. തീർച്ചയായും അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 12 ഇടങ്ങളിലെ അടികൾക്കായി നമുക്ക് കാത്തിരിക്കാം.